ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഗ്യാസിൻ്റെ പഞ്ഞമൊക്കെ തീർന്ന് ഇപ്പം ഞാൻ ഇത്തിരി നാടൻ കറി ഉണ്ടാക്കാൻ പോവാണ്. അതായത് പരിപ്പും മുരിങ്ങയിലയും കൂടി ഒരു നാടൻ കറി ഉണ്ടാക്കാൻ പോവാണ്. മുരിങ്ങയില എല്ലാം ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇത് അടത്തിയെടുത്തിട്ട് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് വെച്ച് ഇതെല്ലാം അടന്ന് കിട്ടും നമുക്ക്. അപ്പോൾ ഇതിൻ്റെ നാരെല്ലാം പെറുക്കി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി നോക്കാം. അടാറ് ടേസ്റ്റാണ് ഈ പരിപ്പ് കറി. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. ആദ്യം ഞാൻ പരിപ്പ് കഴുകി അടുപ്പത്തിലിട്ടെ. ഇത് ചുമന്ന പരിപ്പാണ് കേട്ടോ എടുക്കണത്. ഈ ചുമന്ന പരിപ്പെടുത്ത് വേഗം ശരിയാക്കാൻ പറ്റുമല്ലോ. അതൊന്ന് കഴുകിയെടുത്തോട്ടെ. നമുക്കിത് കഴുകിയെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് കഴുകിയെടുക്കാം. പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്തിടാം. 2 വിസിൽ വന്നാൽ ഇത് വേഗം വെന്ത് കിട്ടും. സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പിടാൻ വേണമെങ്കിൽ പിന്നെ ഇടാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ശകലം മുളക് പൊടി ഇട്ട് കൊടുക്കും. പച്ചമുളക് ഇടുന്നില്ല കേട്ടോ. അടച്ചു വയ്ക്കാം. വിസിലിട്ട് കൊടുത്തേക്കാം. അപ്പോൾ അത് കിടന്ന് വെന്തോട്ടെ. നമുക്കിത് നല്ല ഒരുപാട് ഗുണമുള്ള ഒരു ഇലയാണ് ഈ മുരിങ്ങ ഇല. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അത് പറയാനറിയില്ല. അപ്പം ഞാനിത് കറി ഉണ്ടാക്കി കാണിച്ചു തരാം. അതിന് കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പരിപ്പ് ചേർക്കണോണ്ട് കുറച്ച് തേങ്ങ മതി കേട്ടോ. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങയുണ്ട്. വറയിടാനായിട്ട് മുളകും കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് വേകട്ടെ. സ്റ്റവ് കത്തിച്ച് വേകട്ടെ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ വ്യൂവേഴ്സ് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ നോക്കണം. പിന്നെ അതാണ് എൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ ഗ്യാസ് ഇല്ലാന്നുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം ഇട്ടിട്ടേ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കാണിച്ചു. അപ്പോൾ ഒരു ഫ്രൂട്ട്സ് ഇട്ടിട്ട് ആരും കണ്ടില്ല. അപ്പോൾ ചിങ്ങമ്പഴത്തിൻ്റെ ഫ്രൂട്ട്സ് ഇട്ടിട്ട് കുറച്ച് പേരൊക്കെ കണ്ട്. അപ്പം ഞാനിനി ഗ്യാസ് കിട്ടിയതുകൊണ്ട് ഈ പരിപ്പും മുരിങ്ങയിലയും കൂടി ആദ്യമായിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതുണ്ടാക്കി നോക്കാണ്. ആ നോക്കല്ല ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കേട്ടോ. ഒന്ന് വിസിൽ വന്നോട്ടെ. അപ്പോൾ നമുക്കിത് തേങ്ങ ഒന്ന് അരച്ചെടുത്തേക്കാം. അപ്പോഴേക്കും അതവിടെ വെന്തോട്ടെ. കുറച്ച് തേങ്ങ, അരമുറി തേങ്ങയാണ് കേട്ടോ. എൻ്റെ കൂടെ കുറച്ച് ജീരകം ഇടണം. രണ്ട് മൂന്ന് കറിവേപ്പില ഇടാൻ കേട്ടോ.
കറിവേപ്പില ഇട്ട് അരയ്ക്കുന്ന ഒരു ടേസ്റ്റാണെന്നാണ് പറയുന്നത്. അപ്പം ഇത് പരിപ്പ് വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പം അതിൻ്റെ വിസിൽ പോട്ടെ കേട്ടോ. അപ്പം ഇതിൻ്റെ വിസിൽ പോയാൽ നമുക്ക് നോക്കാം. പരിപ്പ് വെന്തിട്ടുണ്ട്. നമുക്ക് മുരിങ്ങയിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ആവി കയറ്റണം. മുരിങ്ങയില ഇതിലേക്ക് ഇടുവാണ്. ചുവന്ന പരിപ്പായതുകൊണ്ട് വേഗം വേവും. വിസിലിട്ട് അടച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി തീ കൊടുക്കാം. ഗ്യാസ് ഒന്നും കൂടി കത്തിച്ച് കൊടുക്കാം. പെട്ടെന്ന് വിസിൽ വരും കേട്ടോ. നമുക്ക് അപ്പോഴേക്കും ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. തേങ്ങയും ജീരകവും അരച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം അരച്ചെടുക്കുന്നത്. ഇപ്പം ഇത് വെന്തിട്ടുണ്ടാവും. ഓഫ് ചെയ്യാം. നമുക്ക് കടുക് വറുക്കാൻ വെക്കാം. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടാൽ മാത്രം വെളിച്ചെണ്ണ മതി കേട്ടോ. അധികം ഒന്നും ഒഴിച്ച് കളയല്ലേ. കടുക് പൊട്ടി വരുന്നുണ്ട്. കുറച്ച് മുളക് ഇട്ട് കൊടുക്കാം. കാത്തി വയ്ക്കാം കേട്ടോ. കറിക്കൊരു ഭംഗി കിട്ടാൻ വേണ്ടി കുറച്ച് മുളക്, ഉണക്കമുളക് ഇടുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ മാറ്റി വെക്കാം. വിസിലൊന്ന് കളഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഇത് നമുക്ക് തുറന്ന് നോക്കാം. പരിപ്പും ഇലയും എല്ലാം കൂടി വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ അരപ്പൊന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ. പാത്രം ഒന്ന് മിക്സി ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിക്കാം.
ചൂടായിക്കോട്ടെ. ശകലം വെള്ളവും കൂടി കൂട്ടി കൊടുക്കുക, അങ്ങോട്ട് അല്ല തിക്കായി പോകും. ഒഴിച്ചു കൂട്ടാനല്ലേ, അപ്പം ഇത്തിരി തിക്കാകാതെ കുറച്ച് ലൂസാക്കി എടുക്കണം. ഇത്ര ലൂസും ആകരുത് കേട്ടോ. ഒന്ന് ചൂടായിക്കോട്ടെ നല്ലോണം. ഏതാണ്ട് പരിപ്പ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പരിപ്പും മുരിങ്ങയിലയും കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചൂടായി കടുക് വറുത്തതിലേക്ക് ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കറി റെഡിയാണ്. നാടൻ കറിയാണത്. ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോട്ടെ കേട്ടോ. കുറച്ച് ഉപ്പ് വേണം. ഇത് ചൂടായിട്ടുണ്ട് കേട്ടോ. ചൂടായിക്കോട്ടെ. അപ്പോൾ ഇത് ചൂടായി, അരപ്പൊക്കെ ചേർത്ത് നല്ല ചൂടായിട്ടുണ്ട്. ഉപ്പും എല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് പകർത്തി കൊടുക്കാം നമുക്ക്. ഇനി നമ്മുടെ മുളക് വറുത്തതെല്ലാം കൂടി ഇതിലേക്ക് തട്ടി കൊടുക്കാം. അപ്പം നമ്മുടെ പരിപ്പും മുരിങ്ങയിലയും കറി ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല കറിയാണ്, അടാറ് കറിയാണ്. ചോറ് തിന്നാൻ എന്ത് സുഖമെന്നറിയാമോ, ചോറ് ഒഴിച്ചു കൂട്ടി ചോറ് തിന്നാനായിട്ട്. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം. പരിപ്പും മുരിങ്ങയിലയും കൂടി ചാറ് കറി വെച്ചതാണ്. ഒരു നാടൻ കറിയാണിത്. എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. ഇപ്പം നമ്മുടെ വീഡിയോ ഇന്ന് അവസാനിച്ചിരിക്കുന്നു. അടുത്ത വീഡിയോ വരേക്കും ബൈ.